അവരുടെ കയ്യിൽ നിന്ന് മറുപടി ഉണ്ടായത് ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട്, അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെൻ്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പം ഒരു പ്രശ്നമില്ല. ഞാൻ കാണുമ്പം ടി വിയിൽ കൂടെ നേരിട്ട് കാണുമ്പം അപ്പം അനുവിന് PR ഉണ്ട് കേട്ടോ. PR എന്ന് കഴിഞ്ഞാൽ അത് എല്ലാ സീസണിലും ഉള്ളതാണ്, ഈ ഒരു സീസണിൽ മാത്രമല്ല. പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അക്ബർ, ലക്ഷ്മി, ബിന്നി, ഷാനവാസി. ആദിലും നൂറയും കൺഫെഷൻ റൂമിൽ പോയ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ 1-2 വീഡിയോ അതിനെ റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ നിമിഷം വരെ നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല, ശരിക്കും ഇവർ എന്തിനാണ് പോയതെന്ന്. കാര്യം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കാണിച്ചത് തീർച്ചയായിട്ടും അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 2 മണിക്കൂറോളം ഇവരെ പിടിച്ച് കൺഫെഷൻ റൂമിൽ ഇരിക്കുക, അത് നമ്മളെ എപ്പിസോഡിൽ കാണിക്കാതിരിക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായതിൻ്റെ പേരിലായിരിക്കത്തില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇവർ കൺഫെഷൻ റൂമിൽ പോയതിൻ്റെ പിന്നാലെ ആയിരുന്നു ഈ അനുമോളുമായിട്ടുള്ള അടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകർക്കും ഡൗട്ട് ഉണ്ടാവും. ഒരു പക്ഷേ ബിഗ് ബോസ് എന്തെങ്കിലും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ആണോ ഇനി അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ തരത്തിൽ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് കാണും. അമിയ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇത് റിലേറ്റ് ചെയ്ത് ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ വോയിസിനകത്ത് ആ കൺഫെഷൻ റൂമിൽ നടന്ന സംഭവത്തെ പറ്റിയിട്ട് ഈ ബിഗ് ബോസിലെ ഒരു ക്രൂ മെമ്പറിൻ്റെ അടുത്ത് ഈ വോയിസിൽ പറയുന്ന ഒരു വ്യക്തി സംസാരിക്കുകയും, അപ്പം ക്രൂ മെമ്പർ പറഞ്ഞിട്ടുള്ളത് നൂറയുടെ കാലിന് എന്തോ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ആ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയെന്നൊക്കെയാണ് ഈ വോയിസിനകത്ത് സംസാരിക്കുന്നത്. എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം കാലിൻ്റെ ഇഞ്ചുറി പറഞ്ഞിട്ട് 2 മണിക്കൂറോളമൊക്കെ കൺഫെഷൻ റൂമിൽ പിടിച്ചിരുത്തുമോ? ഒരിക്കലും ഇല്ല. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ചേച്ചി ലാസ്റ്റ് എപ്പിസോഡ് ബിഗ് ബോസിന്റെ കണ്ടില്ലായിരുന്നോ? അപ്പൊ അതില് ആദിലെയും നൂറയും കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചായിരുന്നു. ഇത് കുറച്ച് സമയമല്ല, 1 hour കൂടുതൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചത് അൺഫെയർ ആയിട്ട് തോന്നി. കാരണം റീസെൻ്റ്ലി സാബു മേനെ വിളിച്ചു, അനുമോൾ, നെവിൻ, അങ്ങനെ കുറച്ച് പേരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു, ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല. അത് വളരെ കറക്റ്റാണ്. ഇന്നലെയൊക്കെ എല്ലാവരെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളെ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ 2 പേരെയും കാണിച്ചത് മാത്രം ബിഗ് ബോസ് നൈസായിട്ട് അത് മുക്കി. എന്തിൻ്റെ പേരിൽ മുക്കി? ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണും. കള്ളത്തരങ്ങൾ കാണാതെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? ഒന്നെങ്കിൽ ഈ പറയുന്ന ഇവർ 2 പേരുടെയും ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടലോ, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ രീതി അനുസരിച്ച് ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമില്ലാതെ ഇവരെ ഒരിക്കലും അതിനകത്തോട്ട് കൊണ്ടുപോകത്തില്ല. പിന്നെ ഈ മെഡിക്കൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു കണ്ടന്റാണ്. 100% അവരങ്ങനെയുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും. കാര്യം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എന്തെങ്കിലും അസുഖമായിട്ട് പുറത്ത് പോയെന്ന് വീഡിയോ വരുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷനും വിഷമവും ഒക്കെ വരുന്നത്. അപ്പോൾ 100% അങ്ങനെയുള്ള സാധനങ്ങൾ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് മാത്രം ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കെന്തോ അൺഫെയർ ആയിട്ട് തോന്നി. അപ്പം ഞാൻ അവിടെ ഒരു ക്രൂ മെമ്പറിനോട് കോണ്ടാക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, കാര്യം ചോദിക്കാറുണ്ട്. ഇങ്ങനെ ബാക്കി എല്ലാവരും വിളിച്ചു, ഈ അതിലെ നൂറേയും വിളിച്ചു. പക്ഷെ അവരോട് കുറച്ച് അധികം നേരം സംസാരിച്ചു, അതൊന്നും ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മറുപടി ഉണ്ടായത് ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട്, അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് കേട്ടല്ലോ. അതായത് ഒരു ക്രൂ മെമ്പറിൻ്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചപ്പം അവർ പറഞ്ഞതാണ് നൂറയുടെ കാലിന് ഒരു സർജറി എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. എനിക്കിത് കേട്ടിട്ട് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 മണിക്കൂറോളം ഇങ്ങനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകുമെന്ന്? ഒരിക്കലും കൊണ്ടുപോകത്തില്ല. അഥവാ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കും. ബിക്കോസ് അവർക്ക് ഏറ്റവും വലിയ കോണ്ടന്റ് ആണത്. പ്രത്യേകിച്ച് നൂറയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ അവരത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ നൈസായിട്ടുള്ള കളിയുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് അവരുടെ ഒരു ക്രൂ മെമ്പർ ഈ പറയുന്ന വ്യക്തിയെടുത്ത് സംസാരിച്ചതാണ്. ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെൻ്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പം ഒരു പ്രശ്നമില്ല. ഞാൻ കാണുമ്പം ടി വിയിൽ കൂടെ നേരിട്ട് കാണുമ്പം അപ്പം എനിക്കൊന്നും തോന്നിയില്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റായ്മ പോലെ എനിക്ക് തോന്നി, എനിക്ക് വിശ്വാസമായില്ല. അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു, ഇങ്ങനെ എന്താണ് ആദിലെയും അപ്പം നൂറയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് വന്നാൽ ആദിലെയും കൂടെ എന്തിനാ വിളിച്ചത്? ആദിലെ വിളിക്കേണ്ട ആവശ്യമില്ല, നൂറ ഒറ്റയ്ക്ക് വിളിച്ചാൽ പോരെ. അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല.
ഞാൻ മെസ്സേജ് ചെയ്തു, ഡെലിവേർഡായി, പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. അപ്പം ഇതിൻ്റെ പിന്നിൽ നടന്ന കളികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പോരാത്തതിന് ഇന്നലെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദിലെ നൂറയും കൺഫെഷൻ റൂമിനകത്ത് പോയിട്ട് പുറത്തിറങ്ങി വന്നിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് ആദില പറയുന്നുണ്ട്, അതായത് ഇവരാരെയോ കണ്ടിട്ട് വരികയോ അല്ലെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അനീഷ് വരുന്ന സമയത്ത് ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിർത്തുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കാം. അപ്പം ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാക്കാന്നേ ഉള്ളൂ ഇതിനകത്ത് നടന്ന കള്ളത്തരം എന്തുമാത്രം ഉണ്ടെന്ന്. അതായത് ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ടീം മനസ്സിലാക്കേണ്ടത്. ഇത് ഈ 24/7 നിങ്ങൾ ഈ ലൈവ് കാണുന്നുണ്ടല്ലോ, അതുപോലും എഡിറ്റഡ് ആണ്. ഇനി PR ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷഫീന ബീവിയുടെ ചാനലിനകത്ത് ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അനുവിന് PR ഉണ്ട് കേട്ടോ. PR എന്ന് പറഞ്ഞാൽ അത് എല്ലാ സീസണിലും ഉള്ളതാണ്, ഈ ഒരു സീസണിൽ മാത്രമല്ല. പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അക്ബർ, ലക്ഷ്മി, ബിന്നി, ഷാനവാസ്. ഇപ്പം നിലവിൽ ഈ ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ 2-3 കൂട്ടുകാരും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രൊമോഷൻ കിട്ടാണ്ടാകും. ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പിന്നെ കുറേ പേര് അൺഫോളോ അടിച്ചു, അക്കൗണ്ടിന് അത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വേറെ കിട്ടുന്ന പ്രൊമോഷൻ അങ്ങ് സ്റ്റോറിയൊക്കെ ഇടുന്നതിലൊക്കെ പ്രൊമോഷൻ കിട്ടാണ്ടായി പോകും. അതാണ് അക്ബർ, ഷാനവാസ്, ബിന്നിയൊക്കെ നല്ല രീതിയിലുള്ള PR വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് PR ഏജൻസി ആയിട്ട് അങ്ങോട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഒരു വോയിസാണ് ഇപ്പോൾ ഷഫീന ബീവി പുറത്തു വിട്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും PR ഉണ്ട്. പക്ഷേ ഒരിക്കലും PRന് വേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ മുടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. അതിനകത്ത് പോയി നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കണം. ഗെയിം കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എത്ര PR ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. ഈ പറയുന്ന രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഒന്നും കയറത്തില്ല. PRന് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ട, അതിനുവേണ്ടി നമ്മൾ കളയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സ്റ്റോറി ഇട്ടിട്ട് ഈ പറഞ്ഞ അവർക്ക് വോട്ട് കിട്ടിയില്ലെങ്കിലോ കുറച്ചിതായില്ലെങ്കിൽ അവരോടനെ നമ്മൾ ഏജൻസി വിളിച്ച് പറയും, അയ്യോ അതങ്ങനെയാണല്ലോ ഇങ്ങനെയാണോ. എന്ത് PR നടത്തിയാലും ഈ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ എത്തിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സിമ്പതി ആയിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെയാണ് കുറച്ച് ക്ലിക്കാവും. അല്ലാതെ മാസമായിട്ടുള്ള വീഡിയോ ഒന്നും ക്ലിക്കാവില്ല. അപ്പോൾ എനിക്ക് ഷാനവാസിൻ്റെ ഒരു വീഡിയോ ആണ് എനിക്ക് അവസാനമായിട്ട് ഒരു പോസ്റ്റായിട്ട് കിട്ടിയത് 2 വട്ടം. പിന്നെ അനീഷിൻ്റെ ഓർമ്മ കിട്ടിയത് കേട്ടോ. അനീഷിൻ്റെ ഓർമ്മ കിട്ടിയത് നമുക്ക് ഇവർക്ക് നല്ല PR ഉണ്ട്, എല്ലാവർക്കും PR. ഈ പറഞ്ഞ ജിൻഡോയുടെ കഴിഞ്ഞ വർഷത്തെ ജിൻഡോയുടെ PR ആണ് ഈ പറഞ്ഞ അനീഷിൻ്റെ ഈ വർഷത്തെ PR. ഓക്കെ, അനീഷിൻ്റെ ഈ വർഷത്തെ PR ജിൻഡോയുടെ PR ആണെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നില്ല അനീഷിന് PR ഉണ്ടെന്നുള്ളൊരു കാര്യത്തിനകത്തോട്ട് എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. കാര്യം ഒരു കോമണറാണ്. കാര്യം അങ്ങേർക്ക് യാതൊരുവിധ ഹോപ്പും ഇല്ല അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ പുറത്ത് PR ഒക്കെ ഭയങ്കര രീതിയിൽ പൈസ കൊടുത്ത് സെറ്റ് ചെയ്യുമെന്ന് എനിക്കത് അങ്ങോട്ട് വിശ്വാസമില്ല. മേ ബി സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ വെക്കുമായിരിക്കും. മേ ബി പരിചയമുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരെയോ ഒക്കെ ഏൽപ്പിക്കുമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ അനീഷിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോലും ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അതാണ് അതിലും വലിയ കോമഡി. കഴിഞ്ഞ ജിൻഡോയ്ക്കുള്ള PR ആയിരുന്നു അഖിൽമാരാറിൻ്റെ PR. മനസ്സിലായോ? ഇവരൊക്കെ ഒരാളാണ് അവൻ. പക്ഷേ നല്ല അമൗണ്ടൊക്കെ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി അനീഷിനൊക്കെ ആരെ മുടക്കുന്നതെന്ന്. ഇതിന് ബാക്കിലൊക്കെ ഭയങ്കര കളിയുണ്ട്. ബാക്കിലൊക്കെ കുറഞ്ഞത് എൻ്റെ അറിവിൽ അതായത് ചില വീക്കിൽ എവിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്താകും എന്നൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അമൗണ്ട്. ഈ ആഴ്ചയൊക്കെ ബിന്നിക്കൊക്കെ നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. ഈ ആഴ്ച ബിന്നിക്ക് നല്ലൊരു കുറഞ്ഞത് ഒരു 3.5 ലക്ഷമെങ്കിലും മുടക്കണം. കാരണം ഇത്രയും അക്കൗണ്ടിലേക്ക് ഞങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ കുറേ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും പല യൂട്യൂബ് ചാനലിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിനൊക്കെ എന്തോരം പൈസ ഈ പറഞ്ഞ PR ഏജൻസികൾ കൊടുത്തിട്ടുണ്ടോ. കുറേ നമുക്കത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. സീക്രട്ട് ഏജൻറ്റൊക്കെ ഒരുപാട് പൈസ PR ഏജൻസീസ് കൊടുത്തിട്ടുണ്ട് എന്ന്. സീക്രട്ട് ഏജൻറ്റ് ആ കാശും കൊണ്ടാണല്ലോ പിന്നെ ജീവിക്കുന്നത്. ഇതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം യൂട്യൂബിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു ഇതേണൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് അറിയാം. അതായത് യൂട്യൂബ് കരിയറിനെ തന്നെ ബാധിക്കുമെന്നറിയോ. അതായത് പിന്നെ എന്ത് വിശ്വാസത്തിലായിരിക്കും സായിയുടെയൊക്കെ വീഡിയോ പോയി ആൾക്കാർ കാണുന്നത്. ഈ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ അത് മേടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അവൻ അതിനകത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ രീതിയിൽ റിവ്യൂ ചെയ്യുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരെ ഇഷ്ടമാകാം, ഓരോരുത്തരെ ഇഷ്ടമാവാതിരിക്കാം. അവൻ്റെ പേഴ്സ്പെക്റ്റീവാണ് അവൻ്റെ വീഡിയോക്കകത്ത് വന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് PR ഏജൻസിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മനുഷ്യരും അംഗീകരിക്കാൻ പോകത്തില്ല. ഈ പറയുന്ന തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ അവിടെയും ഇവിടെയും കേട്ടിട്ട് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ജെന്യൂനിറ്റി വരത്തില്ല. അല്ലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി സായി ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമെന്ന്? അതായത് അനുമോൾ പോകുന്നതിന് മുന്നേ വരെ സായി എടുത്ത് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവൻ എന്തിനാണ് കാശ് മേടിക്കേണ്ടത്? ഇത് സത്യം പറഞ്ഞാൽ വെറും ഊളത്തരമാണ് പറയണത്. കാര്യം PR-ൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷേ ഇല്ലാത്ത അലിഗേഷനും കൂടി ഇതിൻ്റെ ഇടയിലോട്ട് കുത്തിക്കയറ്റുന്നുണ്ട്. അതായത് അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർ വേറെ ആൾക്കാരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ആ രീതിയിലോട്ടാണ്
ഈ സാധനം വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത്. ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ട്. അതിലിപ്പം ഈ ആശയൊക്കെ നല്ല ബിന്നി ഇപ്പം നല്ല ലക്ഷ്മി ഈ ആശ അത്രയും പൈസ ഒന്നും മുടക്കിയിട്ടില്ല കേട്ടോ. ലക്ഷ്മി ബിന്നി നല്ലൊരു എമൗണ്ട് ഇപ്പം ഈ ആശ മുടക്കിയിട്ടുണ്ട്. അതെ, ബിന്നി നല്ലോണം മുടക്കേണ്ട പേരിലാണ് ഇപ്പം വീട്ടിൽ ചെന്നിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ല അതിൽ കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം അതാ പറഞ്ഞത്, PR-നെ കൊണ്ടൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടേ. ബിന്നി പിന്നെ അനീഷ് ഈ അനീഷിന് ആരോടെ നല്ലപോലെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷിന് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ ആരാന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ അഖിൽ മാരാറിനും ഈ പറഞ്ഞ ജിൻഡോയ്ക്കൊക്കെ PR ചെയ്ത ആൾക്കാർ അത്യാവശ്യം നല്ല ഓൾറെഡി ഈ ബിഗ് ബോസിൽ അവിടെ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് അവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഒത്തിരി പേരുണ്ട്. അതിൽ മെയിൻ ആൾക്കാരൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാർ PR-ൽ എഴുതിയിട്ടുണ്ട്. ഇത് വൻ തട്ടിപ്പും ഒക്കെയാണ് ഏകദേശം. കാരണം റീസൺ എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ അറിയാം ബാക്കിൽ നിന്ന് നടന്നുകൊണ്ട്. അപ്പം ഈ തമിഴിലൊക്കെ നടക്കൂല, തമിഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. പക്ഷേ കേരളത്തിൽ ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവം. ഞാൻ ഈ തെലുങ്കിലൊക്കെ അത്യാവശ്യം ഞാൻ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്നതാണ്. ഇവിടെയൊക്കെ എന്ത് അടിപൊളിയെന്നറിയോ ബിഗ് ബോസ് ഒക്കെ. നമ്മുടെ ഇവിടെയൊക്കെ വെറുതെയാണ്. ഞാൻ ചേട്ടൻ മെസ്സേജ് ആണ്, പിന്നെ ഈ ചേട്ടൻ ഇപ്പം റിക്വസ്റ്റ് വെച്ച് കണ്ടാണ്, പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ. ഓക്കെ, ഇതാണ് വോയിസ്. ഏകദേശം 10 മിനിറ്റോളം ഉണ്ട്. നിങ്ങൾ ആ ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എനിക്ക് ഇതിനകത്ത് ചില കാര്യങ്ങളകത്തോട്ട് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. PR അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത് ഓക്കെ ആയിരിക്കാം. പക്ഷേ എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളൊരു PR ഏജൻസിയുടെ നിന്ന് കാശ് മേടിച്ചു വേറൊരു കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്ന തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അഥവാ ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് ഒക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവെടുത്ത് വെച്ച് സംസാരിക്കണം. ഞാൻ ചോദിക്കുന്ന സായി അത്രയ്ക്ക് പൊട്ടനാണോടെ ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ട് ഇതണക്ക് കാശ് മേടിച്ചിട്ട് വേറെ കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ? അന്യ കോമഡി തന്നെ. അതും ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവൻ, മനസ്സിലായില്ലേ? അപ്പം ഇത്തരത്തിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. PR-ൻ്റെ കാശ് നിങ്ങളെല്ലാവരും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി വന്നിരുന്ന് സംസാരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വോയിസ് കേട്ടിട്ട് എനിക്ക് ബേസിക്കലി തോന്നിയതാണ്. എന്തായാലും ഇനി അനുമോളുടെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. ഇന്നലെ അനുമോൾ കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ഭയങ്കര ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ PR കൊണ്ട് ഇവിടെ നിൽക്കുന്നു, നിനക്ക് യാതൊരുവിധ ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന തരത്തിലൊക്കെ അവിടെയുള്ള ആൾക്കാർ ഈ അനുമോളെ പറ്റിയിട്ട് പറയുമ്പം സ്വാഭാവികമായിട്ടും അനുമോൾക്ക് നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പുള്ളിക്കാരത്ത് ഇന്നലെ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് കുറേ നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത്. ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലേ, എന്താണ് ബിഗ് ബോസിന് തോന്നുന്നത് എന്ന തരത്തിൽ. ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം, നമ്മൾ കണ്ടന്റ് കൊടുക്കണം, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയ്ക്ക് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടത്തുള്ളൂ. അനുമോളെ സംബന്ധിച്ച് അത് ചെയ്യുന്നുണ്ടേ, അത് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഞാനൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ സാബുമാൻ്റെ കണക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നിട്ട് ഈ എന്തെങ്കിലും സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള റീലും കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. എന്തായാലും അനുമോൾ ഇന്നലെ കൺഫെഷൻ റൂമിലിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പം 88 ദിവസമായി ബിഗ് ബോസ്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ടാവും ഞാൻ PR-ന്റെ ബലത്തിലായിരിക്കും ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് ഇവിടെയുള്ളവർ പറയുന്നുണ്ടാവും. ബിഗ് ബോസിന് എപ്പോഴെങ്കിലും ഇപ്പം ബിഗ് ബോസ് ഇപ്പം PR-ന്റെ ബലത്തിലാണ് നമ്മൾ ആ ഒരു ഷോയിൽ നിൽക്കുന്നതെന്ന് പറയുമ്പം അതായത് നമ്മൾ ഇത്രയും ദിവസം അവിടെ ചെയ്ത ഓരോ പ്രവർത്തിക്കും ഒരു വാല്യൂ ഇല്ലാതായി പോകും. അപ്പോൾ അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് ആ ഒരു വിഷമമാണ്. പക്ഷെ അതും പ്രത്യേകിച്ച് കൂടെ സഹകരിച്ച ആൾക്കാർ തന്നെ വന്നിരുന്ന് തള്ളി പറയുമ്പോൾ ഈ ആദിലെ നൂറേം പറ്റിയിട്ട് യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത രണ്ടെണ്ണമാണ് ഈ ആദിലെ നൂറേ. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്തിരിയെങ്കിലും ഭേദമായിട്ടുള്ളത് ആ നൂറയാണ്. പക്ഷേ ആ നൂറയുടെ ക്യാരക്ടർ ഇപ്പം നൈസായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയും കാണിക്കുന്ന ഇമോഷണൽ ഫീലിങ്സ് ആണ് അനുമോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഞാനായാൽ പോലും നമ്മുടെ അടുത്ത് കണ്ടിന്യൂസ്ലി ആ വീട്ടിനകത്തുള്ള ആൾക്കാർ നീ PR കൊണ്ടാണ് നിൽക്കുന്നത്, നീ ഇവിടെ ഒരു പ്രയോജനമില്ല, നീ എന്തിനാ കളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടും. അതാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. അതിനിവിടെ വന്നിരുന്ന ഡ്രാമയാണ്, നാടകമാണ്, കരച്ചിൽ റാണിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്താ പറയാ, ബിഗ് ബോസ് ഇവിടെയുള്ള എല്ലാവരെയും ഇപ്പോൾ ഉള്ള 8 പേരാണെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നത് എല്ലാവരും വാച്ച് ചെയ്യുന്നതാണ്. ഓരോ സെക്കൻഡ് വെച്ചിട്ട് എല്ലാവരും എന്ത് കള്ളത്തരം കാണിച്ചാലും അത് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പം ബിഗ് ബോസ് ഞാനിവിടെ നിൽക്കുന്നത്, അതായത് എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടോ? അതിന് അർഹതയുള്ളത് കൊണ്ടാണ് അനുമോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിന് യോഗ്യത ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് അനുമോൾ ഇപ്പോഴും ആ ഒരു ഷോയിൽ നിൽക്കുന്നത്. അനുമോൾ മാത്രമല്ല, അനീഷ് ആയിക്കോട്ടെ, പിന്നെ വേറെ ആയിക്കോട്ടെ, വേറെ വലിയ രീതിയിൽ കളിക്കുന്ന ആൾക്കാരായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതിനകത്തുള്ള ആൾക്കാർ. ഇപ്പം ഈ ഷാനവാസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിനുമായിട്ടുള്ളൊരു അടിയുടെ ഒരു വിഷയത്തിലാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായത്. പക്ഷേ ഷാനവാസ് തിരിച്ച് കയറിയിട്ട് പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? വീണ്ടും ആദിലയുടെയും നൂറയുടെയും കൂടെ പെങ്ങളമാരാണ് മക്കളാണെന്നും പറഞ്ഞിട്ട് കൂടെ കിടന്ന് കറങ്ങുന്നു. അല്ലാതെ ഷാനവാസ് ഒന്നും യാതൊരുവിധ ഗെയിം പോലും കളിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഷാനവാസ് ആ പരിസരത്ത് പോലും ഇല്ല ആ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ. എന്നിട്ടും ഷാനവാസ് വിഷയം ഏറ്റുപിടിക്കുകയാണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. നിലവിൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അനീഷുമാണ്. ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ അനുമോൾ ഏകദേശം 1.5 ലക്ഷം രൂപ എങ്ങാണ്ടാണ്
എടുത്തിട്ടുള്ളത്. അത് പുറത്ത്, അതായത് തമിഴ് സീസണിൽ ഇതുപോലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പുറത്ത് നമ്മൾ ഇത്തരം ഒരു ടൈമർ വയ്ക്കും, പുറത്ത് പോയി ആ സമയത്തിനുള്ളിൽ പൈസ എടുത്തുകൊണ്ട് അകത്ത് വരിക. എന്തായാലും ആ ടാസ്കിൽ അനുമോൾ ജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ പുള്ളിക്കാരത്തി നല്ല രീതിയിലുള്ള എഫേർട്ട് ആ ഒരു ഷോയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഈ PR എന്നുള്ള രീതിയിൽ അടിച്ചാക്ഷേപിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.